ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലുള്ള ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അരമണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കാരണം ഇതിൽ വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ പിന്നെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വറ്റിച്ചിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സവാളൊന്നും ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു സവാളയുടെ ഒരു കടി ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് കാബേജ് ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ മാവ് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടും ഒട്ടലൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ പൂരിയുടെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ ഉരുളാക്കി എടുക്കില്ലേ, പൂരിയൊക്കെ പരത്തിയെടുക്കാനുള്ള ആ ഒരു വലുപ്പത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പലകയിൽ കുറച്ച് പൊടി തൂവി കൊടുത്തതിന് ശേഷം മൈദ തന്നെയാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു നോമ്പിൻ്റെ സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഏകദേശം ഒരു 10 ലക്ഷത്തോളം ആളുകൾ മാഷാഅല്ലാ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ അതിൽ നമ്മൾ ഫില്ലിങ് ഷവർമയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷവർമയുടെ ആ ഒരു മിക്സ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ കട്ടിയില്ലാതെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ് ആണ്. അത്യാവശ്യം നീളമുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡിൽ ഞാനിതാ ഇതുപോലെ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിലേക്ക് കുറച്ച് കയറ്റിയിട്ടും ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൂരി ഉണ്ടല്ലോ അത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ്സായിട്ട് അവിടെ നിൽക്കും കേട്ടോ. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ എന്തായാലും ലെവലിലൊന്നും ചിലപ്പോൾ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ലെവലായിട്ടില്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. എല്ലാ പൂരിയും ഞാൻ ഒരുമിച്ച് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആക്കുന്നത് നമ്മൾ രണ്ടെണ്ണം വീതമാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ഗ്ലാസ് തന്നെയാണ് ഇനി മുഴുവനും ബാസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാൻ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മളിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ അങ്ങനെ ചെയ്തിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക കേട്ടോ, ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഗ്ലാസ്സിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വേർപെട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേർപ്പെടുത്തി കൊടുത്താൽ മതി. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുക വരുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേർപെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു ചൂടുള്ള ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരും. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് വേർപ്പെടുത്തി എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അടുത്തത് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവനും ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏത് ഫില്ലിംഗ് ആണോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഞാൻ ആവശ്യത്തിന് ഉള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കിയത് ഷവർമയുടെ ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സോസാണിത്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്